ഹലോ നമസ്കാരം. വ്യത്യസ്ത രുചിയിലുള്ള ഒരു പാലക്കാടൻ താറാവ് മുട്ടക്കറി ഉണ്ടാക്കിയാലോ? ഞാൻ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് ചൂട് പറ്റിയേ. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. നമ്മുടെ റെസിപ്പിയിലേക്ക് കിടക്കാം. നമ്മുടെ റെസിപ്പിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 5 താറാവിൻ്റെ മുട്ട, 2 കൈപ്പിടി അളവ് തേങ്ങ ചിരവിയത്, അതായത് ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ. ഇവിടെ 2 രീതിയിൽ ചെറുള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണേ. പിന്നെ ഒരു കുഞ്ഞ് ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി, 2 പച്ചമുളക് കീറിയത്, ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. നമ്മൾ ആദ്യം തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കുക. ഞാനിവിടെ കല്ലിലാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഞാൻ മിക്കവാറും ഇവിടെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ കല്ലിൽ തന്നെയാണ് അരയ്ക്കാറുള്ളത്. നല്ല ടേസ്റ്റായിരിക്കും. ഇങ്ങനെ തേങ്ങ നല്ല രീതിയിൽ അരച്ചെടുത്തതിന് ശേഷം ആ അരച്ച് വെച്ചതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞ് ഒഴിക്കുക. അതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് പച്ചമുളകും ചെറിയുള്ളിയും ചേർത്ത് വീണ്ടും അതിനാവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് വീണ്ടും ഒന്നുകൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ആ മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ട് നമ്മൾ അടുപ്പിൽ എന്ത് ചെയ്യണം? ഒരു മൺചട്ടി എടുത്ത് വെക്കുക. അതിനകത്തേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഉലുവയിട്ട് പൊട്ടിക്കുക. ചെറിയുള്ളി ചേർത്ത് നല്ല രീതിയിൽ വഴറ്റുക. ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കൂട്ടുണ്ടല്ലോ, അതെടുത്ത് ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കുക. നമ്മുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പം അതിനകത്തേക്ക് പതുക്കെ ഈ മുട്ട ഉടച്ചൊഴിക്കണം. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പതുക്കെ അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഒഴിക്കണം. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, ഒരു എഗ്ഗ് ഒഴിച്ചതിൻ്റെ മുകളിൽ തന്നെ ഒഴിക്കരുത്. പല പല സ്ഥലങ്ങളിലായിട്ട് ഒഴിക്കണം. ഇങ്ങനെ ഒഴിച്ചിട്ടില്ലെങ്കിൽ അതിനൊരു ഷേപ്പോ ടേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് വേവിച്ചതിന് ശേഷം മറിച്ചിടുക, തിരിച്ചിടുക, മറിച്ചിടുക, തിരിച്ചിടുക. അങ്ങനെ തിരിച്ച് മറിച്ചിട്ടതിന് ശേഷം ഒരു 20 മിനിറ്റോളം, ഒരു 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. കാരണം താറാവിൻ്റെ മുട്ടയാണ്, വേവാൻ കുറേ സമയമെടുക്കും. അതുകൊണ്ട് തിരിച്ച് മറിച്ച് വിട്ട് നല്ല രീതിയിൽ വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കറി റെഡിയായി. ഇത്രയേ ഉള്ളൂ. ഇത് വലിയ അപാരമായ ടേസ്റ്റാണെന്നൊന്നും പറയത്തില്ല. പക്ഷേ ഒരു വ്യത്യസ്ത രുചിയിലുള്ള ഒരു കറി എന്ന് മാത്രമാണ് പറയാൻ പറ്റുക. പക്ഷേ രുചിയില്ല എന്ന് പറയില്ല, നല്ല രുചിയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ കറി തയ്യാറായി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ കറി. എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.